നിങ്ങൾക്ക് മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും തന്നെ ഈ പറഞ്ഞ യോഗ്യതയുണ്ടാകും. അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ഇപ്പോൾ തന്നെ അവരെ അവെയർ ചെയ്ത് നിർത്തേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേയിൽ മിനിമം 10ാം ക്ലാസ് ഉള്ള വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നത് പോലെ പുതിയൊരു അപേക്ഷ ഇപ്പോൾ 32,000-ൽ കൂടുതൽ ഒഴിവുകളുമായിട്ട് വിളിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ഡിൻ്റെ അപേക്ഷയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ഇപ്പോൾ 18 ബേസിക് സാലറി എങ്കിലും അത് വീണ്ടും കൂടും. 8th പേ കമ്മീഷൻ വരാനായിട്ട് പോകുന്നുണ്ട്. അത് ബേസിക് മാത്രമാണ്. നല്ല ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ഫീൽഡാണ്, ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ റെയിൽവേ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കീഴിൽ, അതായത് അതിൻ്റെ ഒരു സ്ഥിര എംപ്ലോയി ആവാൻ, അതായത് സ്ഥിര ജോലിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മാക്സിമം ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇതിൻ്റെ അപേക്ഷ 2 ദിവസം കഴിഞ്ഞാൽ ഉടനെ തുടങ്ങാനായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സംശയങ്ങൾ, ഈ വീഡിയോ കാണുമ്പോൾ എന്തൊക്കെ സംശയങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടോ അതൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. അപേക്ഷ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ആർക്കൊക്കെ അപേക്ഷിക്കാം, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, ഫിസിക്കൽ ടെസ്റ്റ് എന്തൊക്കെയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട്. എനിവേ, നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. UPSCക്ക് വേറെ, അതുപോലെ തന്നെ SSC, RRB, അതുപോലെ ഡിഫൻസ് ഫീൽഡിലേക്കെല്ലാം വേറെ തന്നെ ചാനൽ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെല്ലാ അപ്ഡേറ്റും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇന്ന് ഉച്ചയോടുകൂടി വന്നതാണ്. വന്ന ഉടനെ തന്നെ നമ്മൾ വാട്സപ്പ് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ മുൻകൂട്ടി നിങ്ങൾക്ക് അപ്ഡേറ്റ് ലഭിക്കും. അതിലൂടെ നിങ്ങൾക്ക് അപേക്ഷ തുടങ്ങാൻ പോകുന്ന ഒരു പോസ്റ്റ് ആണെങ്കിൽ സൈറ്റിൻ്റെ ഒരു ജാമും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. നേരത്തെ അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോ ചെയ്ത് വരുമ്പോഴേക്ക് എന്തായാലും കുറച്ച് സമയം പിടിക്കും. നേരത്തെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ഒരു വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ആയി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നമ്മൾ തരാറുമുണ്ട്. അപ്പോൾ എന്തായാലും വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് കിടക്കാം. സോ നിങ്ങളിതിനെ അപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നല്ല രീതിയിലുള്ള വേക്കൻസി ഇതിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ പരീക്ഷ മാത്രമേ ഇതിനുള്ളൂ. നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ കയറി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള പഠനം നമ്മൾ കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മളെ സഹായിക്കാനായിട്ട് സൈലത്തിൻ്റെ RRB ഗ്രൂപ്പ് ഡി ഫോക്കസ് ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ്. ഫെബ്രുവരി 12-ാം തീയതി ഇതിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. പ്രഗത്ഭരായ അധ്യാപകരാണ്. SSCൻ്റെ CGL പോലുള്ള പരീക്ഷകളൊക്കെ പലതവണ എഴുതി വിജയിച്ചിട്ടുള്ള അധ്യാപകരാണ് നമ്മളെ പഠിപ്പിക്കാനായിട്ട് വരുന്നത്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഈ RRBൻ്റെ എക്സാമിനൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ RRBൻ്റെ റെഗുലർ ബാച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം. എല്ലാ ബാച്ചസും അത് SSC അതുപോലെ RRB റിലേറ്റഡ് ആയിട്ടുള്ളത് ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ് ലൈൻസും സൈലത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. കംപ്ലീറ്റ് വിവരങ്ങൾ ഇതിൽ പറയുന്നതായിരിക്കും. അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്ത് കംപ്ലീറ്റ് വിവരങ്ങൾ ഇതിൽ പറയും. അപേക്ഷ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം, അപേക്ഷ തുടങ്ങി എന്ന് പറഞ്ഞ്. കാരണം ഇതിൽ തന്നെ എല്ലാ വിവരങ്ങളും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ദി റെയിൽവേൻ്റെ കീഴിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, നമ്മുടെ RRB ആണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ സീരിയൽ നമ്പർ 08/2024 ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. നമ്മുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. ലെവൽ 1 പേ സ്കെയിലുള്ള ഗ്രൂപ്പ് ഡി. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലിപ്പോൾ പേ സ്കെയിൽ മാറും. 7th പേ കമ്മീഷൻ ഇപ്പോൾ മാറി 8th പേ കമ്മീഷൻ വരുന്ന സമയത്ത് നമ്മുടെ ഇതിൽ പറയുന്ന ബേസിക് സാലറി 18 ആണെങ്കിൽ അത് ബേസിക് ആണ്. അതിൻ്റെ പുറമെ മറ്റ് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സാലറി വീണ്ടും കൂടും. 18 എന്നുള്ളത് അതിൽ നിന്ന് വീണ്ടും വർധനവുണ്ടാകും. കൃത്യമായിട്ട് നമുക്ക് പേ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിൽ പറയുന്ന സാലറിനേക്കാളും എന്തായാലും കൂടുതലായിരിക്കും, ബേസിക്ക് തന്നെ കൂടുതലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ആ സാലറിയും കൂടി പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത്, ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് 22/1/2025 പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇന്ന് 21-ാം തീയതിയാണ്, ഇന്നേ വന്നിട്ടുണ്ട്. എനിവേ, ഇതിൻ്റെ അപേക്ഷ തുടങ്ങാൻ പോകുന്ന തീയതി, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തീയതി എന്ന് പറയുന്നത് 23/1/2025 ഏകദേശം നിങ്ങൾക്ക് 22/2/2025 ഫെബ്രുവരി 22-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിന് ഫീസ് ഉണ്ട്. ഫീസ് അടക്കാനുള്ള ടൈമായിട്ട് പറയുന്നത് 23/2/2025 മുതൽ 24/2/2025 വരെ സെപ്പറേറ്റ് ആയിട്ട് ഫീസ് അടക്കാനുള്ള ഡേറ്റ് വേറെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അപേക്ഷൻ്റെ ഇടയിലും നിങ്ങൾക്ക് ഫീസ് അടക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ വരുത്തി കഴിഞ്ഞാൽ, പരമാവധി അപേക്ഷിക്കുന്ന സമയത്ത് തെറ്റുകളൊന്നും ഇല്ലാതെ നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇനി ഇൻ കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് വ്യക്തമായത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണെങ്കിൽ 25/2/2025 മുതൽ 6/3/2025 വരെ നിങ്ങൾക്ക് അത് ഒന്ന് റെഡിയാക്കാനായിട്ട് വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ കറപ്ഷൻ ഉള്ള സമയം കൂടി, അതായത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സമയം
സമയം കൂടി തരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഫീസ് ഉണ്ടാവും, പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഓൾറെഡി നമ്മൾ ഫീസ് അടച്ചിട്ടാണ് ഇതിന് അപേക്ഷിക്കുന്നത്. അതിൻ്റെ പുറമെ കറപ്ഷൻ ഫീസും കൂടി കൊടുത്താൽ വലിയൊരു എമൗണ്ട് തന്നെയാവും. അത് കൂടാതെ നമ്മൾ ആദ്യം അടക്കുന്ന അപേക്ഷാ ഫീസ് നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്, റീഫണ്ടബിൾ ആണ്. പക്ഷേ ഈ ഒരു കറപ്ഷൻ ചെയ്യുന്ന സമയത്തുള്ള ഫീസ് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വീണ്ടും വീണ്ടും തെറ്റ് തിരുത്തിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഫീസ് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് തെറ്റില്ലാതെ അപേക്ഷിക്കാൻ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ അപേക്ഷാ ഫീസിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വ്യക്തത വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാരിയസ് പോസ്റ്റ് ഇൻ ലെവൽ 1 ഓഫ് 7th പേ കമ്മീഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എനിവേ വിവിധ പോസ്റ്റുകളിലേക്ക് ലെവൽ 1 പേ സ്കെയിലുള്ള വിവിധ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ 18,000 രൂപ ഇപ്പോൾ ബേസിക്കായിട്ട് പറയുന്നുണ്ടെങ്കിലും അത് കൂടും, അതെന്തായാലും കൂടും. ബേസിക്കിൽ നിന്ന് അത് മാറുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത് ബേസിക് മാത്രമാണ്, മറ്റുള്ള അലവൻസ് ഉണ്ടാവുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ ഇതിന് അപേക്ഷിക്കേണ്ട മിനിമം പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. മിനിമം 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇവിടുന്ന് ഏജ് ലിമിറ്റ് നൽകുന്നുണ്ട്. ഇത് നമ്മുടെ ജനറൽ കാറ്റഗറീൻ്റെ പ്രായപരിധിയാണ് പറയുന്നത്. ഇവിടുന്ന് വീണ്ടും ഏജിൽ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പോസ്റ്റിൻ്റെ അപേക്ഷിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇതിൻ്റെയും ആവശ്യമാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇതിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് കറക്റ്റ് നമുക്ക് മുമ്പ് ലഭിച്ച നോട്ടീസ് പ്രകാരം തന്നെയാണ് വന്നിട്ടുള്ളത്. കൂടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും പറ്റുന്നതല്ല. എന്തായാലും 32,438ഓളം വേക്കൻസികളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള വേക്കൻസി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടി കടക്കാം. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ നിങ്ങൾ താഴ്ന്ന് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ മെഡിക്കൽ സ്റ്റാൻഡ്സ് കാണാൻ സാധിക്കും. A2, A3 ഇങ്ങനെ ഓരോ മെഡിക്കൽ സ്റ്റാൻഡ്സ് കാണാൻ സാധിക്കും. എല്ലാത്തിലും നിങ്ങൾ പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിരിക്കണം, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ഐസൈറ്റ് ഒക്കെ ഇവിടെ പറയുന്ന പോലെ 6/9, 6/6 ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടായിരിക്കണം, കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. വിത്ത് ക്ലാസ് വിത്തൗട്ട് ക്ലാസ് ഒക്കെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി വെറീഡ് ആവണ്ട. ഇൻ കേസ് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ ഈ ഒരു പേജിൽ കയറി നിങ്ങളുടെ മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഓരോ വ്യക്തികളുടെയും മെഡിക്കൽ നിങ്ങൾക്കിവിടെ പല ടൈപ്പ് ഓഫ് മെഡിക്കൽ കാറ്റഗറി കാണാൻ സാധിക്കും. അതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് മാച്ച് ആണെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്. എല്ലാത്തിലും ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. ഐസൈറ്റിൻ്റെ കാര്യങ്ങൾ കൂടി നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഓരോ വ്യക്തികൾക്കും അത് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവർക്കും പെർഫെക്റ്റ് ആണെങ്കിൽ ഓക്കെ. ഇനി എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നോർമലി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 33 വയസ്സ് വരെ ആണെങ്കിലും ഇപ്പം 18 to 36 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും. മെയിനായിട്ട് നമ്മുടെ കോവിഡിൻ്റെ റീസൺ കാരണം ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. COVID-19 റീസൺ കാരണമാണ് ഇങ്ങനെ ഒരു റിലാക്സേഷൻ എല്ലാവർക്കും, ജനറലും അതുപോലെ SC, ST, OBC എല്ലാവർക്കും കൊടുത്തില്ല. 18 to 36 വയസ്സ് വരെ ജനറലിൽ അപേക്ഷിക്കാം. അപ്പോൾ അത് SC, ST, OBC എല്ലാവർക്കും ബാധകമാവും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏജിൽ നിന്ന് ആണ് വീണ്ടും റിലാക്സേഷൻ OBCക്ക് നൽകപ്പെടുന്നത്. 3 വർഷത്തെ റിലാക്സേഷൻ ഈ ഒരു 36 വയസ്സിൽ നിന്ന് OBCക്ക് നൽകപ്പെടും. SC, STക്ക് 5 വർഷത്തെ റിലാക്സേഷനും നൽകപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കുക. കൃത്യമായി പറയുകയാണെങ്കിൽ 18 to 36 വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി. അത് 2/1/1989 1/1/2007 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് ജനറൽ EWS വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. ഇനി OBC വിഭാഗത്തിൽപ്പെടുന്നവർ അപേക്ഷിക്കുമ്പോൾ 2/1/1986 അതുപോലെ 1/1/2007 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഇനി SC, ST വിഭാഗത്തിൽപ്പെടുന്നവർ അപേക്ഷിക്കുകയാണെങ്കിൽ 2/1/1987 അതുപോലെ 1/1/2007 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ നോക്കി മനസ്സിലാക്കേണ്ട വിധം മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഫീസിൻ്റെ സ്ട്രക്ചറിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഫീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രത്യേകം പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ ഉദ്യോഗാർത്ഥികളും 500 രൂപ ഫീസ് അടക്കണം. 500 രൂപ ഫീസ് ഉണ്ടാവും. ഈ ഒരു 500 രൂപയിൽ നിന്ന് നിങ്ങൾ ആദ്യഘട്ട പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതിൽ 400 രൂപ ആദ്യഘട്ടം എഴുതിയാൽ തന്നെ 400 രൂപ നിങ്ങൾക്ക് തിരിച്ചു കയറും എന്നുള്ളത് ഉറപ്പാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. 400 രൂപ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. അത് ശ്രദ്ധിച്ചിരിക്കുക. പലരും അത് ലഭിക്കില്ലെന്ന് പറയുന്നുണ്ട്. അത് ലഭിക്കും, സമയമെടുത്താണെങ്കിലും ഈ 400 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ സൈറ്റിൽ തന്നെ, അതായത് നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അതിലേക്ക് അത് തിരിച്ച് കയറുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും 500 രൂപ അടക്കണം. അതിൽ നിന്ന് 400 രൂപ റീഫണ്ട് ആയിട്ട് കയറുന്നതായിരിക്കും. ഇനി ഇൻ കേസ് ഓഫ് അതായത് നമ്മുടെ SC, ST അവരുടെ കേസിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് SC, ST അതുപോലെ തന്നെ ഫസ്റ്റ് തന്നെ PWBD അതുപോലെ ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ് മാൻ
അതുപോലെ തന്നെ SC ST, പിന്നെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, അതുപോലെ തന്നെ എക്കണോമിക്കലി ബാക്കർ സെക്ഷൻസ്, ഇവർക്കെല്ലാമായിട്ട് 250 രൂപയാണ് ഫീസ് വരുന്നത്. മൊത്തം ഫീസ് 250 ബാക്കി എല്ലാവരും 500 രൂപ അടക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ളവർ മാത്രം 250 രൂപ ഫീസ് അടച്ചാൽ മതി. എല്ലാവർക്കും ഫീസ് ഉണ്ട്, ഇവർക്ക് 250 രൂപയാണ് ഫീസ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിൽ നിന്ന് ഇവർ എക്സാം എഴുതുകയാണെങ്കിൽ, ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയിലുള്ളവർ എക്സാം എഴുതി കഴിഞ്ഞാൽ ഈ 250 രൂപയും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിക്കുക. 250 രൂപ ഫുള്ളി റീഫണ്ടബിൾ ആണ്, അത് തിരിച്ചു കയറും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അപേക്ഷയിൽ കറപ്ഷൻ വരുത്തുകയാണെങ്കിൽ അതിൻ്റെ പൈസ ഒരിക്കലും തിരിച്ചു കയറുന്നതല്ല എന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് കിടക്കാം. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ വരുന്നത് ആദ്യം തന്നെ CBT-1, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. CBT-1 മാത്രമേ ഉള്ളൂ, ഒറ്റ പരീക്ഷയേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനുമാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സെലക്ഷൻ പ്രോസസ്സായിട്ട് പറയാനുള്ളത്. ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യം നമുക്ക് വരുന്ന കാര്യം എന്ന് പറയുന്നത് 90 മിനിറ്റിൻ്റെ ഒരു എക്സാമാണ് നടക്കുക. അതിൽ ജനറൽ സയൻസിൽ 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചിട്ടാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സിന് 25 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ റീസണിങ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, അതിന് 30 മാർക്കിനാണ് പരീക്ഷ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിന് 20 മാർക്കിന് ബേസിലാണ് എക്സാം നടക്കുന്നത്. മൊത്തത്തിൽ 100 മാർക്കിൻ്റെ പരീക്ഷയാണ് നടക്കുന്നത്. ദർ വിൽ ബി നെഗറ്റീവ് മാർക്കിംഗ് ആൻഡ് 1/3 മാർക്കാണ് പറഞ്ഞത് ഷാൽ ബി ഡിഡക്റ്റഡ് ഫോർ ഈച്ച് റോങ് ആൻസറാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾ 3 തെറ്റിച്ച് കഴിഞ്ഞാൽ 1 മാർക്ക് വെച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഒന്നും നിങ്ങൾ ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ ഒന്നും ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ മാർക്ക് ലഭിക്കുകയില്ല, നഷ്ടമാവത്തുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യന് ഒരു ആൻസർ ശരിയാക്കി, അതായത് ഒരു ക്വസ്റ്റ്യന് ചൂസ് ചെയ്തിട്ട് അത് നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് വെച്ച് ലഭിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് വ്യക്തമാണെങ്കിലും മനസ്സിലാവാത്ത, ആദ്യമായിട്ടൊക്കെ അപേക്ഷിക്കുന്നവരുണ്ടാവും, അവർക്കൊന്ന് വ്യക്തമായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. ജനറൽ സയൻസിൽ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ സയൻസ് 10th ലെവലിൽ നിന്നാണ് വരിക. ജനറൽ അവയർനെസ് എവിടെ നിന്നൊക്കെ വരുമെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ, സയൻസ് ആൻഡ് ടെക്നോളജി, സ്പോർട്സ്, കൾച്ചർ, അതുപോലെ തന്നെ പേഴ്സണാലിറ്റീസ്, അതുപോലെ എക്കണോമിക്സ്, പൊളിറ്റിക്സ് ആൻഡ് എനി അതർ സബ്ജക്റ്റ് ഓഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നും വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നീട് വരുന്നത് നമുക്ക് ഫിസിക്കൽ ടെസ്റ്റാണ്. ഫിസിക്കൽ ടെസ്റ്റിൽ, അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ആൺകുട്ടികൾക്ക് വരുന്ന കാര്യം എന്ന് പറയുന്നത് ഷുഡ് ബി ഏബിൾ ടു ലിഫ്റ്റ് ക്യാരി 35 കിലോഗ്രാമുള്ള വെയിറ്റ് നിങ്ങൾ ക്യാരി ചെയ്തിട്ട് 100 മീറ്റർ ദൂരത്തേക്ക് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്തണം. 100 മീറ്റർ വലിയ ലോങ് അല്ല എങ്കിലും അത് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ 35 കിലോഗ്രാം നിങ്ങൾ ക്യാരി ചെയ്ത് എത്തണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 1000 മീറ്റർ, അതായത് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് 4 മിനിറ്റ് 45 സെക്കൻഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓടിക്കയറാൻ സാധിച്ചിരിക്കണം. ഫിസിക്കൽ ടെസ്റ്റാണ് ഇത്, നിങ്ങൾ പാസ്സായിരിക്കണമെന്ന് നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അതിനുശേഷം ഫീമെയിൽസിൻ്റെ നോക്കുകയാണെങ്കിൽ അവർക്ക് 20 കിലോഗ്രാം ഭാരമാണ് പറയുന്നത്. 100 മീറ്റർ ദൂരത്തേക്ക് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് ക്യാരി ചെയ്ത് കൊണ്ടുപോകണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ മറ്റൊരു ഭാഗമാണ് 1 കിലോമീറ്റർ, അത് 1000 മീറ്റർ ഓട്ടമാണ് പറഞ്ഞിട്ടുള്ളത്, റേസ് പറയുന്നുണ്ട്. അത് ഏകദേശം 5 മിനിറ്റ് 40 സെക്കൻഡിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവുന്നവർക്കാണ് അടുത്ത സെക്ഷനായിട്ടുള്ള മെഡിക്കലും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ RRBൻ്റെ വെബ്സൈറ്റിലൂടെയാണ്. വെബ്സൈറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മോഡിഫിക്കേഷൻ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫീസ് വരുന്നതായിരിക്കും. ഫീസ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കുക. ഏകദേശം 250 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഫീസാണ്, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ കറപ്ഷൻ ഫീസാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണെങ്കിലും നിങ്ങൾ 1 ടൈം പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവരാണെങ്കിൽ അതായത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിൽ ഉള്ളതുപോലെ തന്നെ തെറ്റാതെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സിൽ മിസ്മാച്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട്, 1 മാസത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സമയമുണ്ട്, അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ട്രൈ ചെയ്യുക. റിജക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ റിജക്ഷനും അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് നിങ്ങളുടെ അപേക്ഷ ക്ലിയർ കട്ടായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇനി നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റിൻ്റെ പോസ്റ്റുകൾ ഇത് വളരെ പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ പോസ്റ്റിനും അപേക്ഷിക്കാനുള്ള യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ITI, അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത. ഇനി ഇതൊന്നുമില്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും ഒന്ന് മതി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ. 18 to 36 വയസ്സ് വരെയാണ്. ഈ പറയുന്ന പോസ്റ്റിൻ്റെ എല്ലാം ഏജ് ലിമിറ്റും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും എല്ലാം സെയിം ആയിട്ട് ഒറ്റ ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കോമൺ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനാവശ്യമായിട്ടുള്ള
മെഡിക്കൽ സ്റ്റാൻഡ്സ് നമ്മൾ നേരത്തെ മുകളിൽ നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. C1, B2, B1 അതുപോലെ തന്നെ A1 ഇത് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് 50ാമത്തെ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പോസ്റ്റുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ആ പോസ്റ്റിൻ്റെ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡ്സ് വിഷ്വൽ സ്റ്റാൻഡ്സ് ഫിസിക്കലൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഓരോ പോസ്റ്റ് നോക്കാൻ പറ്റുന്നതാണ്. അസിസ്റ്റൻറ്റ് പോസ്റ്റ് ഉണ്ട്, അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ് പോസ്റ്റ് ഉണ്ട്, അങ്ങനെ നിരവധി പോസ്റ്റുകൾ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ചുവടെയും അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അസിസ്റ്റൻറ്റ് TL ആൻഡ് AC വർക്ക്ഷോപ്പിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പോയിന്റ് മാൻ B കാണാൻ സാധിക്കും. അങ്ങനെ നിരവധി പോസ്റ്റുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ട്രാഫിക്കും ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കി മനസ്സിലാക്കാം. ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് താല്പര്യം. അങ്ങനെ S&T വന്നത് കാണാൻ സാധിക്കും. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊക്കെ വന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ സിമിലർ ആയിട്ടാണ്. എല്ലാത്തിനും സിമിലർ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ വേക്കൻസി ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് 52ാമത്തെ പേജിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഓരോരോ പോസ്റ്റ് ഏത് പോസ്റ്റാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം. ചുവടെ ഇതിൻ്റെ വേക്കൻസി വീണ്ടും കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ഓരോരോ റീജിയനിൽ വന്നതാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വെസ്റ്റ് റെയിൽവേയിലേക്ക് മുംബൈയിലേക്ക് വന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഓരോരോ റീജിയനിലേക്ക് വന്നത് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ വെക്കാൻ പോകുന്ന പോസ്റ്റ് അവിടെ ഉണ്ടോ ആ ഒരു രീതിയൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് 52ാമത്തെ പേജ് മുതൽ 57ാമത്തെ പേജിൽ ഇപ്പോൾ നമ്മളെത്തി. ന്യൂഡൽഹിയിലേക്ക് വന്ന നോർത്ത് റെയിൽവേയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇങ്ങനെ ഓരോന്ന് സദേൺ റെയിൽവേ ചെന്നൈയിലേക്ക് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയിലേക്ക് വന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. സോ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ടോട്ടൽ വേക്കൻസി ഇപ്പോൾ സൗത്ത് സെൻട്രൽ റെയിൽവേൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ടോട്ടലായിട്ട് എത്ര വേക്കൻസി വന്നിട്ടുണ്ട് ഈ ഒരു കോളത്തിൽ നോക്കിയിട്ട് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1642 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എവിടെ നിങ്ങൾക്ക് അപേക്ഷിക്കണം ഇതൊക്കെ നോക്കി മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുള്ള പോസ്റ്റിന് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് നമ്മൾ ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ എന്തായാലും അപേക്ഷ തുടങ്ങുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യും. ഇതിലും കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് കൂടാതെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ചാനലിൽ ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റുകൾ അടിക്കടി കൃത്യമായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റുകൾ വന്നാൽ ഓൺ ദി സ്പോട്ടിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഈ കാര്യം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഈ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയേക്കുക. അപേക്ഷ തുടങ്ങിയിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷ തുടങ്ങുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും.